ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ. പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ, നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ, നല്ല വൈയാകരണൻ പടു നിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നെന്നുടെ നാമം ദശരഥ ഭൂമിപാലേന്ദ്രതനയൻ, ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ. കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ, ദണ്ഡകാരണ്യേ വസിക്കുന്ന നാളതി ചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ ജാനകീദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു, കണ്ടീലവളെ ഒരേടത്തുമിന്നിഹ. കണ്ടുകിട്ടി നിന്നെ നീയാരെടോ സഖേ, ചൊല്ലിയിടുക എന്നതു കേട്ടൊരു മാരുതി. ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ, വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ, ആമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കുമരികളെ. വേല ചെയ്യാമതിനാവോളമാശു ഞാൻ, ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസ്സെങ്കിലെഴുന്നള്ളുക, ഉൾത്താപമെല്ലാം അകലും ദയാനിധേ. എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാമാറു മാരുതി. പോക മമ സ്കന്ധമേറിടുവിൻ നിങ്ങൾ, ആകുലഭാവമകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തുകൊണ്ട് ഉൽപ്പലനേത്രൻ അനുവാദവും ചെയ്തു.